നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഒമാൻ വഴി അയച്ചതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ വീക്ഷണങ്ങളും ട്രംപിന്റെ കത്തും വിശദീകരിച്ച ഒരു കത്തിലൂടെയാണ് പ്രതികരണം അയച്ചതെന്ന് ഒരു അഭിമുഖത്തിലാണ് അറാഗ്ചി പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകളും മിസ്റ്റർ ട്രംപിന്റെ കത്തും പൂർണ്ണമായി വിശദീകരിച്ച് ഈ ഔദ്യോഗിക പ്രതികരണത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അഭിമുഖത്തിൽ അറാഗ്ചി പറഞ്ഞതായി ഇറാനിയൻ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചകളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് ഇറാന്റെ നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷ ചർച്ചകൾ തുടരാമെന്നും അറാഗ്ചി പറയുന്നുണ്ട്. പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുതെന്നാണ് തങ്ങളുടെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 1 ഇറാൻ ഒരു കത്ത് അയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേലി സൈന്യം അറിയിച്ചത്. ഗാസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമൻ പ്രതിരോധ സംഘം ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആവർത്തിച്ച് ഡ്രോണുകളും മിസൈലുകളും പല കുറി പ്രയോഗിച്ചിട്ടുണ്ട്. ഉപരോധിക്കപ്പെട്ട ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി നിർത്തിയാൽ അത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് യമനും പറഞ്ഞിട്ടുള്ളത്. അതേസമയം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധ കപ്പലുകളെയും ഒരു വിമാനവാഹിനി കപ്പലിനെയും തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായി അൻസറുള്ള പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യത്തിനെതിരെ തുടർന്ന അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി മിസൈൽ, UAE നാവികസേനകൾ എന്നിവ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ട്രൂമാന്റെ നേതൃത്വത്തിൽ നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിലെ ശത്രു യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയതായും സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതായി ഇറാനിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമന്റെ തലസ്ഥാനത്തിന്റെ തെക്ക് വടക്കു കിഴക്കൻ മേഖലകളിൽ മാർച്ച് 26 വൈകിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് 15 വ്യോമാക്രമണങ്ങളെങ്കിലും നടത്തിയിരുന്നു. ഇതിൽ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും വ്യോമാക്രമണം നടന്നിരുന്നു. മാർച്ച് 26 രാവിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യം സാധാ ഗൺറേറ്റിൽ സഹർ ജില്ലയിൽ ലക്ഷ്യം വയ്ക്കുന്നത് വീണ്ടും ആവർത്തിക്കുകയും അർദ്ധരാത്രിയിൽ ഈ പ്രദേശം ലക്ഷ്യമിട്ട് 2 ഡസൻ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സാദയിലെ അൽ റസൂൽ അൽ അസം ക്യാൻസർ ആശുപത്രിക്ക് നേരെ രാത്രിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നു. അടുത്തടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഓങ്കോളജി സെന്ററിന് നേരെ നടക്കുന്ന 2ാമത്തെ ആക്രമണമാണിത്. അതിന് മറുപടി നൽകാൻ യമൻ അധികമൊന്നും കാത്തുനിന്നില്ല. ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തി യമൻ സൈന്യം അമേരിക്കയ്ക്ക് മറുപടിയും നൽകി. കഴിഞ്ഞ വർഷം നിരവധി പാശ്ചാത്യ യുദ്ധ കപ്പലുകളെ പ്രാദേശിക ജലാതിർത്തിയിൽ നിന്ന് പുറത്താക്കിയ തീവ്രമായ നാവിക ക്യാമ്പയിൻ യമൻ വീണ്ടും തുടരുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി മിസൈൽ സേന, ആളില്ലാ വ്യോമസേന, നാവികസേന എന്നിവ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ശത്രു യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തി എന്നാണ് യമൻ സേന അറിയിച്ചത്.